Stand before the Lord and we will read Psalm 51 responsive. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാരിത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാ പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ പാത്രത നിന്റെ കൃപ. 51-ാം സങ്കീർത്തനം നമുക്ക് വാക്യം വായിച്ച് ദൈവത്തെ ബോധ്യപ്പെടുത്താം. ദൈവമേ നിന്റെ കിടക്കുന്നു എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ ഭാഗം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഒഴിവായി പാപത്തിൽ എന്റെ അമ്മയെ ഗർഭം ധരിച്ചു. ഞാൻ നിർമ്മലനാകണേ, സോപ്പുടനെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കുന്നതിനെ കഴുകണമേ. എന്റെ പാപങ്ങളെ കാണാതെ മുഖം മറയ്ക്കണമേ, എന്റെ അകത്യങ്ങളെയൊക്കെ മായ്ച്ചു കളയണമേ. നിന്റെ സ്ഥലത്തിൽ തന്നെ തള്ളിക്കയറരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കുകയും അരുതേ. അപ്പോൾ ഞാൻ ഇക്കമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ, നാലിന്റെ വായിന്റെ സ്തുതിയെ വർണ്ണിക്കും. ദൈവത്തിന്റെ ഹരണയാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു തുറന്നിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അടുത്ത വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. അപ്പോൾ നീ യാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും സാധിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന് മേൽ കാലുകളെ അർപ്പിക്കും. വിശുദ്ധാകരങ്ങളെ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. നിർമ്മലമായ ഹൃദയത്തിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനിൽ പുതുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനിൽ എടുത്തു കളയരുതേ. ഇതുപോലെ കാലത്തായി പ്രാർത്ഥിച്ചുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ, നിന്റെ ആത്മാവ് ഞങ്ങൾ നീങ്ങിപ്പോകാതെ സ്ഥിരമായ ഒരു ആത്മാവിനെ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ സ്തോത്രം. എല്ലാവർക്കും ഇരിക്കാമല്ലോ. ഇന്നുപോലെ കാലം ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ പാൻ ഒരിക്കൽ കൂടി ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവസരം തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്ന് പൽക്കാലം ഈ സഭായോഗത്തിൽ ദൈവം നമ്മളോട് എല്ലാവരും സംസാരിക്കേണ്ടതിനും അനുഗ്രഹിക്കേണ്ടതായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാനിന്ന് രാവിലെ ഇവിടെ ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ ആത്മീയത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തെ കാണിക്കുന്ന രണ്ട് വിഷയമാണ് മരണഭീതി മാറി ജീവിക്കുക, ദൈവം അപ്പനും മകനും എന്നുള്ള ബന്ധത്തിൽ ദൈവവുമായി ചേർന്ന് ജീവിക്കുക. ദ റിലേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് വി ആസ് എ സൺ ആൻഡ് ഫാദർ, ആസ് വെൽ ആസ് ടു ഓവർകം ദ ഡെത്ത് ഫിയർ. ഈ രണ്ട് കാര്യം നമ്മുടെ ആത്മീയത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡിനെ കാണിക്കുന്നു. അപ്പനും മക്കളും എന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ സേവിക്കുകയും ആവശ്യങ്ങളെ ദൈവത്തോട് ചോദിക്കുകയും ദൈവത്തിൽ നന്മകൾ പ്രാപിക്കുകയും അവകാശങ്ങൾ ഏറ്റെടുക്കുകയും ക്രിസ്തു ജീവിതം ധന്യമാക്കി ഈ ഭൂമിയിൽ ധന്യമാക്കി തീർക്കുക ചെയ്യുന്ന ദൈവത്തിന്റെ പൈതങ്ങളുടെ ആത്മനിലവാരം എല്ലാ നിലയിലും മെച്ചപ്പെട്ടിരിക്കും. മരണഭയമില്ലാതെ ജീവിക്കുന്നത് നമ്മുടെ ആത്മീയ ചൈതന്യത്തിന്റെ പ്രത്യാശയ്ക്ക് ഏറ്റവും ഉതകുന്നതാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ അതിനെ ഡിസ്കസ് ഉണ്ടായി. ബൈബിൾ ക്ലാസ്സിൽ വന്നാൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ അവസരം ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ആ കാര്യത്തിന് വേണ്ടി എൻകറേജ് ചെയ്യുക. ഏതായാലും ബൈബിൾ ക്ലാസ് എനിക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ 51-ാം സങ്കീർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ്. ഇതൊരു മാനസാന്തരത്തിന്റെ റിപ്പന്റൻസിന്റെ ഭാഗമാണ് ഇതിൽ കൂടുതൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. മാനസാന്തരം, അതായത് അനുതാപ സങ്കീർത്തനം, അനുദപിക്കുകയാണ് ദൈവസന്നിധി. ദാവീദിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ, ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ ഇംഗിതം മനസ്സിലാക്കി, ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി, ദൈവത്തോട് ഇടപെടുന്ന, സംസാരിക്കുന്ന, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ദാവീദിനുള്ളത്. തെറ്റുകൾ, കുറ്റങ്ങൾ ധാരാളം തന്റെ ജീവിതത്തിലുണ്ട്. എങ്കിലും
He knows the heart of God. ദൈവത്തിന്റെ സ്വഭാവം തനിക്ക് അറിയാവുന്നത് കൊണ്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ദാവീദിന് നന്നായിട്ട് അറിയാം. നമുക്ക് പലപ്പോഴും നമ്മൾ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും വേണ്ടതുപോലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം ദൈവത്തെ വേണ്ടതുപോലെ അപ്രോച്ച് ചെയ്യുവാനുള്ള പരിജ്ഞാനം നാം പ്രാപിച്ചിട്ടില്ല. ഏത് രീതിയിൽ ദൈവത്തോട് ചെന്നടുത്താൽ തെറ്റുകാരനായ എനിക്ക് ദൈവത്തിൽ നന്മകൾ പ്രാപിക്കുവാൻ കഴിയും, പാപക്ഷമ ലഭിക്കുവാൻ കഴിയും, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും എന്നുള്ള സൈക്കോളജി ദൈവത്തിന്റെ ഒരു സൈക്കോളജിയാണ് ഞാൻ പറയാറുള്ളതാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ദാവീദിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് നമുക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് എന്റെ അഭിപ്രായം. ദാവീദ് നമ്മളെക്കാൾ അത്ര മെച്ചമൊന്നും ആയിരുന്നില്ല, സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. ദൈവം ഉയർത്തിയെടുത്ത ഒരു മനുഷ്യനാണ്. എന്നാൽ ദൈവം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഈ സങ്കീർത്തനത്തിൽ 51-ാം സങ്കീർത്തനത്തിലെ ചില പ്രധാന വിഷയങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു പാപം ചെയ്യുന്നു, എന്ന ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചു. ആ പാപത്തിന്റെ പരിഹാരഫലമായി താൻ കൺഫസ് ചെയ്യുവാൻ മനസ്സില്ലാതെ ഹൈഡ് ചെയ്തിരുന്ന സമയത്ത്, തന്റെ പാപത്തെ ഹൈഡ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും മുമ്പാകെ നീതിമാനായി നടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്റെ കൊട്ടാരം പ്രവാചകനാകുന്ന നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ ചെന്നിട്ട് അവന്റെ പാപത്തെ കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. He was an official prophet of the palace. കൊട്ടാരം പ്രവാചകനാണ്. ഏത് സമയത്തും കടന്നു ചെല്ലാനും കാര്യങ്ങൾ പറയാനും സ്വാതന്ത്ര്യം. പക്ഷെ ദാവീദ് വിചാരിച്ചാൽ ഇവൻ എങ്ങനെ അറിഞ്ഞു ഈ സംഗതി? അറിഞ്ഞപ്പോൾ ആർഗ്യൂ ചെയ്യാതെ, ക്വസ്റ്റ്യൻ ചെയ്യാതെ വിഷയത്തെക്കുറിച്ച് പ്രവാചകൻ സംസാരിച്ചപ്പോൾ ദൈവസന്നിധിയിലേക്ക് പോയി വിലപിക്കുവാനും അനുവദിക്കുവാനും പ്രാർത്ഥിക്കുവാനും കരയുവാനും തുടങ്ങി. ആമേൻ. നമ്മൾ അനുവദിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ തെറ്റുകളുടെ ശിക്ഷ ലഭിക്കരുത് എന്ന് വിചാരിച്ചാൽ നമ്മൾ അനുവദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. പക്ഷേ ദാവീദ് ദൈവത്തിന്റെ തന്റെ പാപത്തിന് തക്ക ശിക്ഷ വാങ്ങുവാൻ മനസ്സുള്ളവനായിരുന്നു. He was willing to receive the punishment. നമ്മളൊരു കാര്യം ചെയ്താൽ എബ്രായർ പറയുന്നു, ദൈവമക്കളുടെ ഏത് പാപങ്ങൾക്കും തെറ്റുകൾക്കും ബാലശിക്ഷകളുണ്ട്. ദാവീദ് ജനത്തെ എണ്ണി നോക്കി, ആ ദൈവത്തിന് അനിഷ്ടമായി തോന്നി. ദൈവം ചോദിച്ചു, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ദാവീദ് പറഞ്ഞു, നീ എന്നെ ശിക്ഷിച്ചോ, ഞാൻ നിന്റെ കരങ്ങളിൽ തന്നെ വീണുകൊള്ളാം, ദൈവത്തിൽ നിന്ന് ഞാൻ ശിക്ഷ വാങ്ങിച്ചുകൊള്ളാം ഞാൻ ചെയ്ത തെറ്റിന്റെ. അങ്ങനെ മനോഭാവമുള്ള എത്ര ദൈവമക്കളുണ്ട്? തന്റെ തെറ്റുകളെ മനസ്സിലാക്കുമ്പോൾ, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാണ്. തന്റെ തെറ്റുകളെ മനസ്സിലാക്കുമ്പോൾ, കർത്താവേ നീ എന്നെ ശിക്ഷിച്ചോ, ഞാൻ സ്വീകരിച്ചു കൊള്ളാം, നീ എന്നെ തള്ളിക്കായാതിരുന്നാൽ മതി. അവൻ നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്, നിന്റെ സന്തോഷത്തിൽ നിന്ന് മാറ്റരുത്, എന്റെ പൊസിഷനിൽ നിന്ന് മാറ്റരുത്. ഐ ആം റെഡി ടു റിസീവ് ദ പണിഷ്മെന്റ്. തെറ്റുകളെ അംഗീകരിക്കുമ്പോൾ പശ്ചാത്തപിച്ച് കരഞ്ഞു വിട്ടാൽ മാത്രം പോരാ, അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള മനസ്സുകൂടെ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ നീതീകരിക്കുന്ന ദൈവമാണ്. ശിക്ഷയിലൂടെ പാപത്തോട് യാതൊരു കരുണയുമില്ലാത്തവനാണ് ദൈവം. പാപത്തോട് യാതൊരുവിധമായ ദയം കാണിക്കാത്തവനാണ് ദൈവം. എന്നാൽ പാപികളെ സ്നേഹിക്കുന്നവനാണ് ദൈവം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് തെറ്റുകൾക്കും ശിക്ഷയുടെ ശിക്ഷ പ്രാപിപ്പാൻ നാം തയ്യാറാണെങ്കിൽ അതിന് പരിഹാരവും ഉണ്ട്. ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. എല്ലാ തെറ്റുകൾക്കും ശിക്ഷ വേണമെന്നില്ല. പക്ഷെ ശിക്ഷ വാങ്ങുവാൻ തയ്യാറാണെങ്കിൽ അത് തരുകയോ തരാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശവും അധികാരവും ദൈവത്തിനുണ്ട്. ആമേൻ. പക്ഷേ ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ അത് ബാലശിക്ഷയാകിയാൽ നാശത്തിനായി ശിക്ഷിക്കയില്ല, ശിക്ഷയോടുകൂടെ കരുതലും ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അതാണ് ദാവീദിന്റെ സൈക്കോളജി. കാരണം എന്നെ ശിക്ഷിക്കുവാൻ സാത്താനെ ഏൽപ്പിച്ചാൽ സാത്താനെ ശിക്ഷിക്കും, പക്ഷെ അതിന് കരുതലില്ല. നിങ്ങൾക്കറിയാമോ, സാത്താനെ ഏൽപ്പിക്കാൻ പ്രമാണമുണ്ട്. കുറച്ച് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു, സമയ പ്രശ്നമായി, അവരെല്ലാം പറഞ്ഞു എന്തോ ചെയ്യണം, ബഹളമായി. പൗലോസ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവനെ നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? സാത്താനെ ഏൽപ്പിക്കണം. ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം. ഒരുപക്ഷെ ഒടുവിലത്തെ നാളിൽ മതി ആത്മാവ് രക്ഷിക്കപ്പെടും. സാത്താനെ ഏൽപ്പിച്ചാൽ സാത്താൻ ശിക്ഷിക്കുന്നത് നാശത്തിനായിട്ടാണ്. ശിക്ഷയോടുകൂടെ കരുതലില്ല. എന്നാൽ ദൈവകരത്തിൽ വീണാൽ ശിക്ഷയോടുകൂടെ കരുതലുണ്ട്. അവിടെ ദൈവ
ദൈവത്തിന് സൈക്കോളജി ദാവീദ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവൻ ഏത് ശിക്ഷയും വാങ്ങുവാൻ തയ്യാറായാൽ, ദൈവത്തിന് വാങ്ങുവാൻ തയ്യാറായാൽ, ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യുക അധികാരമുള്ളവയോ എന്നെ ശിക്ഷിച്ചാൽ പോൽ ഒരു കരുണയുടെ കരം എന്റെ കീഴേ അവൻ പിടിക്കും. ഹല്ലേലൂയ. അവിടെയാണ് മാനസാന്തരത്തിന്റെ റിയാലിറ്റി ഇരിക്കുന്നത്. നമ്മളതിന് മാനസാന്തരം പ്രാർത്ഥിച്ചാൽ പിന്നെ നമ്മളെ ആ തെറ്റ് ചെയ്താൽ പിന്നെ ആ തെറ്റിൽ നിന്ന് കർത്താവേ ഞാൻ പോയി എന്നെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുന്ന അഭിപ്രായത്തിലാണ് നമ്മുടെയൊക്കെ അഭിപ്രായം, അല്ലേ? അങ്ങനെയല്ലേ? സത്യം പറ, അങ്ങനെയല്ലേ? ശിക്ഷ, ഏത് ശിക്ഷയും തൽക്കാലം എന്തല്ല, സന്തോഷകരമല്ല. പക്ഷെ പിന്നത്തേതിൽ അതെന്താണ്? അനുഗ്രഹമാണെന്നാണ് പൗലോസ് പറയുന്നത്. ആമേൻ. ഇവിടെ ദാവീദിന്റെ ആ വാക്യങ്ങളിൽ ദാവീദ് പറയുന്നു, പാപം ചെയ്തു, പാപത്തിന്റെ ഫലം ശിക്ഷയാണ്. ഇവിടെ ദാവീദിന് ഇങ്ങനെ സംഭവിച്ചു എങ്കിൽ പലക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുവാൻ അതിന് കഴിവുള്ള പ്രവാചകന്മാരിവിടെ ഇല്ല, അതിന് കഴിവുള്ള പാസ്റ്റർമാരിവിടെ ഇല്ല. അറിഞ്ഞാൽ തന്നെ ഞങ്ങളെ പോലുള്ളവർ വെറുതെ എന്തിനാ പ്രശ്നത്തിന് പോകുന്നത് വിചാരിച്ച് ഞങ്ങളൊക്കെ അങ്ങ് ഒതുങ്ങി പലതും ഒന്ന് വിഴുങ്ങിക്കളയും, കണ്ടില്ലെന്നടിക്കും. പക്ഷേ നാഥാനെ പോലെ രാജാവായാലും മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുവാൻ തന്റെ ഇടമുള്ള ഒരുവനെ ദൈവം അയച്ചിട്ടുണ്ട്. ആമേൻ. അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. അവൻ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധവൽക്കരിക്കും. അവൻ നിങ്ങളെ ദാവീദിനോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ രഹസ്യവും പരസ്യമായ ഭാവങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും അതിനെക്കൊണ്ട് പ്രബോധിപ്പിക്കുവാനും കഴിവുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിലുണ്ട്. ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ദാവീദിനെ പോലെ ദൈവസ്ഥലിൽ താഴ്ന്നതുകൊണ്ട് ദൈവകരത്തിലെ ശിക്ഷയേറ്റു വാങ്ങി അനുഭവിച്ച് ദൈവത്തോട് അനുകൂലമാകുവാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദാവീദിന് ബത്ശേബയിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി. ആ സംഭവമൊക്കെ അറിയാം. മരിച്ചുപോയി. ദാവീദ് ഒരുപാട് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കാര്യമൊന്നും നടന്നില്ല. ശിക്ഷ ഏറ്റുവാങ്ങി, കുളിച്ചു, വസ്ത്രം ധരിച്ചു, ഭക്ഷണം കഴിച്ചു. ആളുകൾക്കൊക്കെ വലിയ ഇത് കൊള്ളാതെ ദാവീദ് പോയി കാണിക്കുന്നത്. പക്ഷേ ദാവീദിന് അറിയാമായിരുന്ന കാര്യം എന്താ? ദൈവശിക്ഷ ഏറ്റുവാങ്ങി. എന്നാൽ അതിന് പരിഹാരമെല്ലാം കഴിഞ്ഞ ശേഷം ദാവീദിന് ദൈവം കൊടുത്ത അടുത്ത ബത്ശേബയിൽ കൊടുത്ത അടുത്ത മകന്റെ പേരെന്തുവാ പറഞ്ഞേ? ശലോമോൻ. ദൈവപ്രത്യക്ഷത അനുഭവിച്ചവൻ, ദൈവത്തിൽ ജ്ഞാനം ഏറ്റുവാങ്ങിയവൻ, ഇസ്രായേലിലെ ഏറ്റവും മഹത്വമുള്ള രാജാവ്, ഏറ്റവും ശക്തനും ജ്ഞാനിയുമായ ഒരു രാജാവിനെ ദൈവം ദാവീദിന് കൊടുത്തു, ഒരു സന്തതിയെ കൊടുത്തു. ആമേൻ. ശിക്ഷ മാത്രമല്ല ദൈവമക്കളെ, ശിക്ഷിക്കപ്പെട്ടാൽ, അനുഭവിച്ചാൽ, അതിന് ശിക്ഷ ഏറ്റുവാങ്ങിയാൽ, ദൈവത്തോടെ നിരപ്പ് പ്രാപിച്ചാൽ, പിന്നത്തേതിൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം അതിന്റെ പിന്നിലുണ്ട്. അവിടെ അനുഭവിക്കുന്ന ഒരു ദൈവവൈതൽ, മനസ്സാന്തരപ്പെടുന്ന ഒരു ദൈവവൈതൽ അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ച് മനസ്സാന്തരപ്പെടണ്ട. പക്ഷേ തരുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നാം പ്രാപിച്ചിരിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഏത് മനുഷ്യനും മാനശിക്ഷ പ്രാപിക്കുന്നതിനെ കർത്താവിൽ നിന്ന് അനുഗ്രഹവും അതിനോടൊപ്പം ഉണ്ട് എന്നാണ് ദൈവം പറയുന്നത്. നമ്മുടെ പാപങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ, നമ്മുടെ തെറ്റുകളെ റിമൈൻഡ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. നാഥാൻ പ്രവാചകന് തുല്യമായി നമ്മോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നമ്മൾ ഈ ആത്മസ്നാനം എന്ന് പറയാറുണ്ട്. എന്താ ഈ ആത്മസ്നാനം? പലരും ധരിച്ചു, നമ്മുടെ ബന്ധുക്കോസ്തിയായിട്ടുള്ള ധാരണ, കാത്തിരിപ്പിയോഗത്തിൽ ഇരിക്കുമ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു ഇമോഷനൊക്കെ കയറി കൈയൊക്കെ അടിച്ച് രണ്ട് അന്യഭാഷയൊക്കെ പറഞ്ഞു തുള്ളി വേർത്ത് എഴുന്നേറ്റ് രണ്ട് അന്യഭാഷയൊക്കെ പറഞ്ഞ് പാസ് തലയെ കൈവച്ചൊരു അനുഗ്രഹമൊക്കെ പറഞ്ഞ് വിടുമ്പോൾ നമ്മൾ എന്തുവായി? ആത്മാഭിഷേകം പ്രാപിച്ചു, ആത്മസ്നാനം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞു പോകും. ആമേൻ. യോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീരും സ്നാനം കഴിപ്പിക്കും. ആമേൻ. നമുക്ക് വെള്ളത്തിലുള്ള സ്നാനത്തെ കുറിച്ച് നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുവാനാണ് വെള്ളത്തിലുള്ള സ്നാനം. എന്നാൽ ഈ തീയിലുള്ള സ്നാനം ഇതിലാണ്. ആമേൻ. തീ ശുദ്ധീകരിക്കുന്ന വസ്തുവാണ്. ആമേൻ. ഏതൊരു മനുഷ്യന്റെ മേലും പരിശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ തന്നിലുള്ള സകല മാലിന്യങ്ങളെയും തെറ്റുകളെയും ഓർമ്മപ്പെടുത്തുകയും ആ മാലിന്യങ്ങളെ ശുദ്ധീകരിച്ച് പുറത്തു കളയുവാൻ, അനുഭവിക്കുവാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ മറ്റാർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്ത തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന തെറ്റുകൾ, എന്റെ തെറ്റുകൾ എനിക്ക് തന്നെ ബോധ്യപ്പെടുകയും എന്റെ തെറ്റുകൾ എണ്ണി ദൈവസ്ഥൽ ഏറ്റു പറഞ്ഞ് അതിന് പരിഹാരം പ്രാപിക്കുമ്പോൾ ഞാൻ ആത്മസ്നാനത്തിലൂടെ കടന്നു പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മുതൽക്കാലം ആത്മസ്നാനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ശുദ്ധീകരണമാകുന്ന പ്രോസസ് ആവശ്യമായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാവങ്ങളെ, തെറ്റുകളെ ഓർമ്മപ്പെടുത്തുന്ന ഏത് ചെറുതും വലുതുമായ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ പരിഹാരം വരുത്തി ആത്മസ്നാനമാകുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്യുവർ ദൈവമക്കളായി നിലകൊള്ളുവാൻ കഴിയും. അങ്ങനെ ആകുന്നില്ല എങ്കിൽ സംഭവിക്കുവാൻ പോകുന്നത് പറഞ്ഞിരിക്കുവാൻ പോയി. If we are not doing the same process, what will happen? നമ്മളെ ദൈവമക്കളാണ്. ഇപ്പൊ നാനാം പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിന് താഴെയും കരയേണ്ട ആവശ്യമൊന്നുമില്ല. നാളാന്ന് പറയാം, നീ നിന്റെ പണി നോക്ക, ഞാൻ പറഞ്ഞ കേട്ടാ മതി, ഈ കാര്യത്തിൽ ഇടപെടാന്ന് ദാവീദിന് പറയുവാൻ അധികാരമുണ്ട്. വേണേ നാഥാനെ റിസൈൻ ചെയ്ത് പോകാനും അധികാരം, അല്ലേ? അതേ ഉള്ളൂ സംഗതി. പക്ഷേ ദാവീദ് മാനസാന്തരപ്പെട്ടില്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കും? ആ സങ്കീർത്തന ഭാഗത്ത് നിന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 51 അവസാനത്തെ ലാസ്റ്റ് വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്റെ വായവിനെ സ്തുതിയെ വർണ്ണിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ, ആനയാകളും ഹോമയാഗങ്ങളും പുനഃസ്ഥാപിക്കുവാൻ ഇടയാക്കണം. ദാവീദ് പറഞ്ഞ കാര്യം personality, your spiritual personality is destroying yourself. It's going down. ആമേൻ. എന്റെ ഭാവത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ എന്റെ ആത്മീയ വ്യക്തിത്വം മടക്കി തരുവോ? നിനക്ക് പ്രസാദം തോന്നുന്നവരെ ഇങ്ങനെ വർദ്ധിക്കാറുണ്ടോ? ഹല്ലേലൂയ. എവിടെയാണ് നമ്മുടെ ആത്മീയ വ്യക്തിത്വം നഷ്ടപ്പെട്ടത്? അതിനെ പുതുക്കി പണിയുവാൻ ദൈവത്തോട് ചോദിക്കാം. ഇത് സ്വന്തം ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുന്നു. ആത്മജീവിതത്തിൽ 2, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. രാജ്യത്തിൽ ആമേൻ. അതുകൊണ്ട് യെരൂശലേമിനെ കൊണ്ടത് പണിയണമേ എന്ന ശക്തികളെ ക്ഷമിക്കണമേ. ദൈവസഭയുടെ വിശ്വാസം ആമേൻ. നമ്മൾ ആരെങ്കിലും തെറ്റുകൾ ചെയ്താൽ, നമ്മൾ ആരെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ അതിന്റെ രക്ഷകമായ ജീവിതത്തെ മാത്രമല്ല ബാധിക്കുന്നത്. ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടം, സഭയിൽ നഷ്ടം. 3-ാമത്തേത് ഹല്ലേലൂയ എന്തുവാ? വായിച്ച ലാസ്റ്റ് നോക്കി 54 ലാസ്റ്റ്. അപ്പോൾ നീ നീതിയാകുന്നു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് നിങ്ങളെ ഓർമ്മകളെ കുറിച്ച് അവയറല്ല, അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല. ഒരു ദൈവത്തിൽ കടന്നുകൂടുന്ന ഭാവങ്ങൾ, തെറ്റുകൾ എത്രമാത്രം അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി, അതിന്റെ വിപത്തുകൾ മനസ്സിലാക്കി
അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടാൽ അനുഗ്രഹത്തിന്റെ അളവ് വളരെ വലുതാണ്. See the kind of repentance. See the psychology of God. ദൈവം എങ്ങനെയാണ്, ദാവീദ് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? നാഥാൻ പ്രവാചകൻ തന്റെ പാപത്തെക്കുറിച്ച് ഓർപ്പിച്ചപ്പോൾ ദാവീദിന് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത്? അവനൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. തന്റെ പാപങ്ങൾ ദേശത്തിന് മേൽ വരുത്തുവാൻ പോകുന്ന നാശനഷ്ടങ്ങൾ, കുടുംബത്തിൽ വരുത്തുവാൻ പോകുന്ന നാശനഷ്ടങ്ങൾ, ദൈവിക ആലയത്തിൽ വരുത്തുവാൻ പോകുന്ന നാശനഷ്ടങ്ങൾ മനസ്സിലാക്കി കരയുന്ന ഒരു ദാവീദിനെയാണ് 51-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. പാസ്റ്ററുടെ കാര്യമില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം, തർക്കുത്തരങ്ങൾ പറയാം. പക്ഷേ അത് ബാധിക്കുന്നത് സമൂഹത്തിനാണ്, അത് ബാധിക്കുന്നത് അത് ബാധിക്കുന്നത് വ്യക്തികളുടെ ജീവിതത്തിലാണ്, എന്റെ കുടുംബത്തിനാണ്. ഇന്ന് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈ മനുഷ്യനാ ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എന്റെ നമ്മൾ ഇത്രയും വ്യാപ്തമായി ചിന്തിക്കുകയും ഇത്രയും വ്യാപ്തമായി ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ വിഷയങ്ങളെ ഇത്തരം വ്യാപ്തമായ കെടുതികൾ വരുത്തുമ്പോൾ ചിന്തിക്കാറുണ്ടോ? ഞാനൊരു തെറ്റ് ചെയ്തു, അതിനാ ഖേദം, അത് സഭയെ എന്താ ബാധിക്കാനാ, എന്തെല്ലാം തർക്കുത്തരങ്ങൾ പറയാനും. പക്ഷേ ഒരു യഥാർത്ഥ ദൈവത്തിൽ അറിയാം എന്റെ തെറ്റുകൾ വരുത്തി വയ്ക്കുന്ന നാശങ്ങളുടെ ഘനം എത്ര വലുതാണ്, അതിന്റെ ഭീകരത എത്ര വലുതാണ്. അത് ഇവിടെ ചെന്ന് അവസാനം. അതുകൊണ്ട് നാശങ്ങൾ സംഭവിക്കാതിരിക്കാൻ, ദേശത്ത് നഷ്ടങ്ങൾ വരാതിരിക്കാൻ, സഭയിൽ നഷ്ടങ്ങൾ വരാതിരിക്കാൻ, കുടുംബത്തിൽ നഷ്ടം വരാതിരിക്കാൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് മനസ്സാന്തരപ്പെടുകയും ദൈവത്തോട് പറയാം, എന്റെ പഴയ ആത്മീയ ആ സ്റ്റാൻഡേർഡിലേക്ക് എന്നെ മടക്കി വരുത്തി നിന്റെ ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കൊരു ആത്മീയ സ്റ്റാൻഡേർഡ് ഉണ്ട്, നമുക്കൊരു സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. We have to maintain the standard at every time, at every place. All the moments, we need to keep the standard of the spiritual standard. അതിന് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ആവശ്യമുണ്ട്. ആമേൻ, ആമേൻ. നാഥാൻ പ്രവാചകൻ എപ്രകാരം സ്ട്രിക്റ്റായും സ്ട്രോങ് ആയും കൊട്ടാരത്തിൽ കാര്യങ്ങളെ അറിയിച്ചോ, ദേശത്തെ കാര്യങ്ങളെ അറിയിച്ചോ, അതിനേക്കാൾ സ്ട്രോങ് ആയി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ശ്രദ്ധിക്കുന്നവർ എത്ര പേരുണ്ട്? ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കുകയും പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുകയും അത് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ദൈവസ്ഥലിൽ താഴുകയും തെറ്റുകളുടെ വ്യാപ്തി മനസ്സിലാക്കി വരുത്തുന്ന നാശങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കി ദൈവസ്ഥലിൽ താഴട്ടെ, മുട്ടുമടങ്ങട്ടെ. ദൈവസഭ, കുടുംബങ്ങൾ, വ്യക്തികൾ അനുഗ്രഹങ്ങളെ പ്രാപിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. എന്തുകൊണ്ട്? വായി എനിക്ക് സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സമയം നിർത്തുക. സ്തോത്രം. You are sealed by the Holy Spirit for the day of the redemption. എന്താ പറയാ? സമയം പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടേക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും മുദ്രയടിച്ച് കർത്താവിട്ടേക്കും ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇതറിയാം, ഈ കാട്ടിലെ തടി, ഞങ്ങളുടെ കോന്നിയിലൊക്കെ തടിയൊക്കെ വിട്ട് റോഡ് സൈഡിൽ ഇട്ടേക്കും. കാട്ടിലെ തടി അതിലെല്ലാം സദാ എടുത്തിരിക്കും, മുദ്ര എടുത്തിരിക്കും. അതിൽ ഒരു തടി ആരെങ്കിലും എടുത്തിട്ട് പോയ ഗവരമാണ്. അതിന് ചുമ്മാ റോഡ് സൈഡിൽ കാട്ടിലെ കിടക്കും, അത് മുദ്രയടിച്ചിരിക്കും. അങ്ങനെ ഒരു തടി ആരെങ്കിലും പൊടിച്ചുമായി ഓടും. അത് എത്ര കാലമായി കടന്ന് പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല.
പക്ഷെ എടുക്കാൻ പറ്റും അതിന്റെ ഉടമസ്ഥാവകാശം അതുപോലെ എന്നെ